ഹലോ, ഇന്ന് നമുക്കൊരു വെറൈറ്റി രീതിയിലെ മാങ്ങാച്ചാർ തയ്യാറാക്കിയല്ലോ. ഇതൊരു സ്പെഷ്യൽ മാങ്ങാച്ചാറാണ് കേട്ടോ. ഈ മാങ്ങാച്ചാർ തയ്യാറാക്കാനുണ്ടായ കഥയെന്ന് വെച്ചാൽ അതൊരു സംഭവം. അത് കേൾക്കുമ്പോൾ മനസ്സിലാക്കുന്നത് മലയാളികളുടെ സ്നേഹത്തിൻ്റെ കഥയാണ്. ഈ അച്ചാർ തയ്യാറാക്കാനുള്ള മാങ്ങ എനിക്ക് കിട്ടിയത് ഇത് ശരിക്കും പാലക്കാടൻ മാങ്ങ തന്നെയാണ്. പാലക്കാട്ട് നിന്ന് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നമ്മുടെ തിരുവനന്തപുരത്ത് വന്നവർ ഞാൻ പൊങ്കാല ഇട്ട സ്ഥലത്ത് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം അവർ റെസ്റ്റ് എടുക്കാനായിട്ട് വന്നു. ഇതേ മലക്കത്തെ കുറേയേറെ മാങ്ങ അവരെ കൈവശം ഉണ്ടായിരുന്നു. അവർ ഉപ്പും മുളകും ഇട്ട് എടുക്കാൻ കൊണ്ടുവന്ന മാങ്ങയാണ്. അതിൽ നിന്ന് സ്നേഹത്തോടെ എനിക്ക് സമ്മാനിച്ച ഈ മാങ്ങയാണ് കേട്ടോ ഇത് അവരുടെ നാട്ടിൽ എന്തോ ഒരു പേര് പറഞ്ഞു. ആ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി. എൻ്റെ നാവിൽ കൊള്ളുന്ന ഒരു പേരല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആദ്യമായിട്ട് കേട്ടുകൊണ്ടാണ് പേര് വിട്ടുപോയത്. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ മാങ്ങ ഉപ്പും മുളകും ഇട്ടിട്ട് അരിഞ്ഞ് കവറിലാക്കി തിരികെ യാത്രയിൽ അവർക്ക് കഴിക്കാനാണ്. എനിക്ക് സമ്മാനിച്ച 3 മാങ്ങ ഞാനത് സ്നേഹത്തോടെ തന്നെ സ്വീകരിച്ചു. ഞാൻ അതിൽ നിന്ന് അതേ 2 മാങ്ങ മാറ്റിയിട്ട് ആ ഒരു മാങ്ങ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. എന്നിട്ട് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി ഞാൻ അടച്ചു വെച്ചു. ഞാൻ ഇതുപോലെ വൈകിട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു 7-8 മണിക്കൂർ വെച്ചിരുന്നു ഞാനിത്. അല്ലെങ്കിൽ മിനിമം ഒരു 4-5 മണിക്കൂറെങ്കിലും ഉപ്പ് പിടിക്കാനായിട്ട് വെച്ചേക്കണം. എന്നിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായ മുളക്, ഇത് കാശ്മീരി ചില്ലിയാണ് എടുത്ത്. എരിവ് കുറഞ്ഞ് നല്ല കളറായിട്ട് കിട്ടും. അതുകൊണ്ട് അതൊന്ന് വറുത്തെടുക്കുക. മുളക് നന്നായിട്ട് വറുത്ത ആ മണം വരുമ്പോൾ നമുക്കത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ പാത്രത്തിൽ തന്നെ ഈ പാനിൽ തന്നെ നമുക്ക് വേണ്ടത് 1 സ്പൂൺ ഉലുവയും 1 സ്പൂൺ കടുകും 3/4 സ്പൂൺ ഉഴുന്നും കൂടെയാണ്. ഇത് 3ഉം കൂടെ നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. കടുകും ഉലുവയും ആ ഉഴുന്ന് പരിപ്പും അതും കൂടെ നന്നായിട്ട് വറുത്ത് നല്ല മണം വരും. മണം വരുന്നത് വരെ നമുക്കത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിം അതിട്ട് കടുകൊക്കെ ഇങ്ങനെ പൊട്ടുന്നതായിട്ട് വരും. ആ സമയത്തേക്ക് നമുക്ക് ഇതിനെയും കൂടെ വറുത്ത് മാറ്റി വെക്കണം. അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് തണുത്ത് കഴിയുമ്പോൾ നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും അത്. ഈ പരുവത്തിനായിരിക്കും പൊടിഞ്ഞ് കിട്ടുക. അതിനെ നമുക്ക് വീണ്ടും മാറ്റിയിട്ട് ഇതേ ജാറിലേക്ക് തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുളകിൻ്റെ ആ തണ്ട് നീക്കിയിട്ട് നമുക്കിട്ട് പൊടിച്ചെടുക്കാം. മുളക് വറുത്തിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് അച്ചാർ തയ്യാറാക്കുമ്പോൾ അത് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ. നമ്മൾ സാധാ മുളക് പൊടി ശരിക്കും മാവ് പോലെ ആയി കിട്ടുന്ന മുളകിനേക്കാൾ നമ്മളിങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ അത്രയും മാവ് പോലെ ആകത്തില്ല. കുറച്ചുകൂടെ തരിയായിട്ടായിരിക്കും നമുക്ക് മുളക് കിട്ടുക. അതാ ഈ പരുവത്തിൽ. അങ്ങനെ കിട്ടുമ്പോൾ അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യം ഒരു 50 ഗ്രാം വെളുത്തുള്ളി തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി ഒന്ന് മുറിച്ചെടുക്കുക. ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കുന്ന പാൻ വെച്ച് ചൂടാകുമ്പോൾ നല്ലെണ്ണ ഒഴിക്കണം. നല്ലെണ്ണ ചൂടായി വരുമ്പോൾ ആദ്യം നമുക്ക് ആ വെളുത്തുള്ളി ഒന്നിങ്ങ് വറുത്ത് കോരിയെടുക്കണം. കരിഞ്ഞു പോകാതെ എന്നാൽ മൂത്ത് വറുത്തെടുക്കണം. ആ പരുവത്തിൽ ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിം അങ്ങനെ മാറ്റി മാറ്റി നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് വറുക്കണം. കളർ ചേഞ്ച് ആവും, ബ്രൗൺ കളറായി വരും. ആ ഘട്ടത്തിലേക്ക് നമുക്കിതിനെയെല്ലാം വറുത്ത് മാറ്റിയെടുക്കാം. അതിനെ ഒന്ന് മാറ്റി തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് ഈ വറുത്ത് കോരിയെടുത്ത് അതിൽ ബാക്കി വരുന്ന നല്ലെണ്ണയിലേക്ക് തന്നെ നമ്മൾ ആദ്യം 1 സ്പൂൺ കടുക് ഇടുക. എണ്ണ തിളച്ചെടുക്കുന്നുണ്ട്. കടുക് ഇട്ടാൽ ഉടൻ തന്നെ കടുക് പൊട്ടി വരും. കടുക് പൊട്ടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കേണ്ടത് 1-2 വറ്റൽമുളക്. ആ വറ്റൽമുളക് ഒന്ന് മുറിച്ച് അതിലേക്ക് ഇടുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് മൂപ്പിക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കണം. കറിവേപ്പില മൂത്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്കായിട്ട് ചേർക്കേണ്ടത് ഇതിൻ്റെ മസാലകളാണ്. മസാല ചേർക്കുമ്പോൾ ആദ്യം ഫ്ലെയിം ഓഫാക്കിയിട്ട് തന്നെ ചേർക്കണം, അല്ലെങ്കിൽ നമ്മുടെ മസാല കരിഞ്ഞു പോകും. എന്നിട്ട് എരിവിന് വേണ്ടി നമ്മൾ പൊടിച്ച മുളക് പൊടിയിൽ നിന്ന് ആവശ്യമുള്ള മുളക് പൊടി ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നമ്മൾ ഉഴുന്നും ഉലുവയും കടുകും കൂടെ പൊടിച്ചല്ലോ, അതിൽ നിന്ന് 1 സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ ചേർത്ത് നന്നായിട്ട് ആ ചൂടിൽ, എണ്ണയുടെ ചൂടിൽ തന്നെ ഒന്ന് മൂപ്പിച്ച് അതിൻ്റെ ആ ഒരു മണം വരുന്ന സമയം ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓണാക്കാം. അതിന് ശേഷമേ ഫ്ലെയിം ഓൺ ആക്കാവുള്ളൂ. അതുവരെയും ഫ്ലെയിം ഓൺ ആക്കരുത്. എന്നിട്ട് നമുക്ക് കായപ്പൊടിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കായപ്പൊടി അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. കായപ്പൊടി മൂപ്പിച്ച് അത് മസാല ഇങ്ങനെ കുറുകി വരുന്ന സമയമാകും. ആ സമയത്തേക്ക് 1 സ്പൂൺ ഞാനിപ്പോൾ ചേർത്തത് ശർക്കര വെള്ളമാണ്. അതായത് ഈ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനാണ് ആ ശർക്കര വെള്ളം ചേർക്കുന്നത്. ശർക്കര വെള്ളം 1 സ്പൂൺ ചേർത്ത് കൊടുക്കുക. ആ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വറുത്തെടുത്ത വെളുത്തുള്ളി ഉണ്ടല്ലോ, ആ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുത്ത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അതോടൊപ്പം തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി
എടുക്കണം. അപ്പോഴത്തേക്ക് ഇത് തിളവന്ന് അതങ്ങ് നന്നായിട്ട് കുറുകും. നമ്മുടെ മസാല നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. കുറുകി വരുന്ന സമയത്തേക്ക് നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മാങ്ങയിൽ ശരിക്കും നീരുള്ള മാങ്ങയാണെങ്കിൽ മാങ്ങയുടെ നീരുണ്ടാകും, അത് ചേർത്ത് കൊടുത്ത് ഇപ്പോൾ ഗ്രേവി ഒന്ന് കുറുക്കിയെടുക്കണം. ഈ മാങ്ങയ്ക്ക് നീര് കുറവായതുകൊണ്ട് ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ആ ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ആ ഗ്രേവീനെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഇതേ കുറുക്കിയെടുക്കുമ്പോൾ നമ്മൾ മാങ്ങയ്ക്ക് ഉപ്പിട്ടിട്ടുണ്ട്, പക്ഷേ ഈ ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് ഈ ഘട്ടത്തിൽ ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്ത് അതും കൂടെ നന്നായിട്ട് ഇളക്കി ഇങ്ങനെ അരപ്പ് തിളച്ച് തിളച്ച് കുറുകി വരും. ആ ഗ്രേവി ഇങ്ങനെ തിളച്ച് കുറുകി വരുന്ന സമയമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് തിളച്ച് നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം നമ്മുടെ മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉപ്പ് പിടിച്ചിരിക്കുന്ന മാങ്ങ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക, ആ ലോ ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോഴത്തേക്കും നമുക്ക് മാങ്ങയിൽ ഉപ്പുണ്ട്, ബാക്കി മസാലകൾ ഇവയായിട്ടൊന്ന് ചേർന്ന് വന്നാൽ മതി. അതിന് വേണ്ടി മാത്രം 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റിൽ കൂടുതൽ വെക്കണ്ട. എന്നിട്ട് ഫ്ലെയിം ഓഫാക്കണം, അല്ലെങ്കിൽ മാങ്ങ വെന്തു പോകും. വെന്തു പോയാൽ മാങ്ങയുടെ ടേസ്റ്റ് മാറും. അപ്പോഴത്തേക്കും നമ്മുടെ മാങ്ങ അച്ചാർ റെഡി ആകുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ല സൂപ്പറായ മാങ്ങ അച്ചാർ തയ്യാറാക്കാം. ഇനി ഇത് തണുക്കുമ്പോൾ നമുക്ക് ബോട്ടിലിൽ ഇട്ട് സൂക്ഷിച്ചാൽ മാത്രം മതി. എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കും. ഇതിൽ ഈ ഉഴുന്ന് പരിപ്പ് ചേർക്കുമ്പോഴുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ചേർത്ത് നോക്കൂ, മസാല തയ്യാറാക്കിയിട്ട് അച്ചാർ. കാരണം പിന്നെ ഈ അച്ചാർ തയ്യാറാക്കുന്നത് ഈ രീതിയിലേ തയ്യാറാക്കാൻ ശ്രമിക്കുകയുള്ളൂ. അത്ര കിടിലൻ ടേസ്റ്റാണ് കേട്ടോ ഈ മാങ്ങ അച്ചാർ. ഈ വീഡിയോ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് പാലക്കാടൻ മാങ്ങയായാലും നാടൻ മാങ്ങയായാലും ഏത് മാങ്ങ കിട്ടിയാലും ഇങ്ങനെ ഒന്ന് അച്ചാർ തയ്യാറാക്കി വെക്കണേ, സൂപ്പറാണ് കേട്ടോ. അങ്ങനെ പാലക്കാട്ടുകാർ എനിക്ക് സമ്മാനിച്ച ആ മാങ്ങ അച്ചാർ റെഡിയായി. അവർക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്, ഒരിക്കലും മറക്കില്ല.